എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ക് ഷോറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രായമായ ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് സാധിച്ചാൽ ഈ വീഡിയോ നിങ്ങളുടെ ഗണത്തിൽപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിച്ചാലും. നമ്മൾ പഴയ കാലത്തെ സംസ്കാരങ്ങളിൽ കൂടി നമ്മൾ ജീവിച്ചു പോകുന്നവരാണ്. ഏതാണ്ട് ഒരു 60-65 വയസ്സാകുമ്പോൾ നാം ഏതാണ്ട് നമ്മുടെ ജോലികളും നമ്മുടെ പ്രാരാബ്ധങ്ങളും എല്ലാം തീർത്ത് കുട്ടികളെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മൾ റിട്ടയർഡ് ലൈഫിലേക്ക് പോകുന്നൊരു സമയമാണ്. അപ്പോൾ നാം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ട് ഒരു സമയമാണ്. എങ്കിൽ തന്നെയും ഇന്നത്തെ കാലക്രമം വെച്ച് കഴിഞ്ഞ് ആ സന്തോഷം അത്ര കണ്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നറിയില്ല. കാരണം ഇന്നത്തെ യങ് ജനറേഷൻ, അവരുടെ ചിന്താഗതി, അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ വീക്ഷണങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന്, മുൻകാലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ആൾ പുറത്തു പോയാൽ അവർ ആദ്യമായി ചെയ്യുന്നത് വീട്ടിലുള്ള മുതിർന്നവരോട് പറയും, അച്ഛ അല്ലെങ്കിൽ അപ്പൂപ്പ അല്ല അമ്മേ ഒക്കെ അവരെ വിളിച്ച് പറയും, ഞാനൊന്ന് പുറത്തു പോവുകയാണ്, പോണത് എവിടെയാണെന്ന് പറയും, എന്തിനാണെന്നും പറയും. ഇത് സാധാരണ നടന്നു വരുന്ന ഒരു സംഭവമാണ്. ഒന്നോർക്കണം, അന്ന് മൊബൈലോ ഇതൊന്നുമില്ല, ഇത്രയുള്ള ഫെസിലിറ്റീസൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ടായിരിക്കില്ല, ഇല്ലെങ്കിൽ തന്നെയും ആ ഒരു ചിട്ട ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇന്ന് അത് ചില കുടുംബങ്ങളിൽ ഉണ്ടാകാറുണ്ട്. എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചില കുടുംബങ്ങളിൽ കടന്നെത്തുമ്പോൾ, ഞാൻ അവിടെ എത്തുമ്പോൾ, ഞങ്ങൾ പൂമുഖത്തിരിക്കുമ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് മക്കളോ കൊച്ചുമക്കളോ ആര് വന്നാലും അവരേത് പ്രായത്തിലുള്ളവരായിരുന്നാലും വന്ന് അവരോട് പറഞ്ഞിട്ട് പോണ കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ അതിശയോക്തിയായി അത്ഭുതം തോന്നി. എനിവേ, ആ ഒരു സിസ്റ്റം ഇന്നൊരു കുടുംബങ്ങളിലും ഇല്ല. അതുകൊണ്ട് പ്രധാനമായും വീട്ടിലുള്ള മുതിർന്നവർ ചിന്തിക്കേണ്ടത് ഒന്ന് മാത്രം, നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ അതൊരു ബോണസായി കാണുക. ഒരിക്കലും നാം വിചാരിക്കുന്ന ഒന്നും തന്നെ നമുക്ക് ഇന്നത്തെ കാലക്രമം അനുസരിച്ച് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. നാം പൂമുഖത്ത് പത്രം വായനയിൽ മുഴുകിയിരിക്കുമ്പോൾ അവിടെ നിന്ന് നാം ഒരു സൗണ്ട് കേൾക്കും, ചീറിപ്പായുന്നൊരു ബൈക്കിൻ്റെ സൗണ്ട്. അതിൽ വീട്ടിലുള്ള മോനോ കൊച്ചുമക്കളോ ഫ്രണ്ടിലിരിക്കുന്ന വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം സൗണ്ട് റൈസ് ചെയ്ത് അവരങ്ങടേക്ക് പോകും. എന്നാൽ ഈ പോകുമ്പോൾ മുന്നിൽ അവിടെ ആരാണുള്ളത്, വീട്ടിലുള്ള മറ്റു വ്യക്തികളോട് അവരൊന്നും ചോദിക്കാതെ അവരങ്ങോട്ട് പോകും. ബട്ട് അവരേറ്റവും കൂടുതൽ പറയുന്നത് വീട്ടിലുള്ള മാതാപിതാക്കളോടോ മുതിർന്നവരോടായിരിക്കില്ല. അവരെ കാണാൻ പോണ വ്യക്തികളെ ഒരു മെസ്സേജ് കൊടുക്കും, ഞാൻ ദേ വരുന്നു, തീർന്നു. ഈ പോണവരിൽ ഞാൻ എല്ലാവരും പറയുന്നത്, ചിലർ അവസാനം വീട്ടിൽ വന്നു കയറുന്നത് മുഖത്തും കയ്യിലും പാളിലും കുറേ പേച്ച് വർക്കുമായിട്ടായിരിക്കും, അല്ലെങ്കിൽ കയ്യിൽ വല്ല ബാൻഡേജ് ഇട്ട കൈയുമായിരിക്കും. ഇതില്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ നമുക്കറിയും, ഒരു കോള് വരും, മോൻ ആക്സിഡൻറ്റിൽ അഡ്മിറ്റായിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് മുതിർന്നവർ ഇതിനെ കണ്ടൊന്നും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇന്നത്തെ ഉള്ള യങ് ജനറേഷനെ മാറ്റിയെടുക്കാൻ ആരാലും സാധിക്കില്ല. കാരണം ആ ഒരു ലെവലിലുള്ള ജീവിതശൈലിയാണ് അവർ ഇപ്പോൾ നയിക്കുന്നത്. എന്ത് തന്നെ എങ്ങനെ ആയിരുന്നാലും നമുക്കുള്ള കാലങ്ങൾ, അതായത് ഒരു സീനിയർ സിറ്റിസണായിട്ടുള്ളവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അമിതമായ ആഗ്രഹങ്ങൾ നമ്മുടെ മക്കളിലോ നമ്മുടെ കുഞ്ഞുമക്കളിലോ വയ്ക്കാതിരിക്കുക. വീട്ടിൽ തന്നെ ഉദാഹരണത്തിന് എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിൽ തന്നെയും പലരും വന്ന് ആ മുതിർന്നവരോട് എന്താണ്, ഏതാണ്, എങ്ങനെയാണ് ഒന്നും ഡിസ്കഷൻ ചെയ്യാറില്ല. ഇപ്പോൾ ഒരു കല്യാണക്കാര്യമായിരുന്നാലും ശരി, അവരവരുടേതായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. അവർ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മുതിർന്നവരോട് അഭിപ്രായം എങ്ങനെയാണ് ചെയ്യാമെന്ന്, എന്താണ് അഭിപ്രായം ഒന്നും ചോദിക്കാറില്ല. എന്നാൽ എല്ലാവരെയും ആ ഗണത്തിൽ പെടുത്താൻ സാധിക്കില്ല. അതിൽ നല്ല രീതിയിൽ
വളരുന്ന കുഞ്ഞുങ്ങൾ, വളർത്തുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർ ആ സിസ്റ്റം, അവർ ആ പ്രാക്ടീസ് ഇന്നും തുടരുന്നുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, മാതാപിതാക്കളാണ് ഇതിൻ്റെ മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം, അവർ ഏത് രീതിയിൽ വളർത്തണം, എങ്ങനെ ചെറുപ്പത്തിലേ കൊടുക്കുന്ന ആ ട്രെയിനിങ് നല്ല രീതിയിലാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അത് അഡാപ്റ്റ് ചെയ്ത് തന്നെ പോകും. ഒന്ന് മനസ്സിലാക്കേണ്ടത്, രാവിലെ നിന്ന് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അവർ ചെയ്യുകയും സമയത്തിന് ആഹാരം കഴിക്കുകയും സമയത്തിന് പഠിക്കുകയും സമയത്തിന് സ്കൂളിലോ കോളേജിലോ പോവുകയും പോണവരും ഇറങ്ങുമ്പോൾ മുതിർന്നവരുടെ അനുഗ്രഹം തേടി പോവുകയും പോകുന്ന കുട്ടികൾക്ക് മാത്രമേ നാളേക്ക് നല്ലൊരു ഭാവി മെനഞ്ഞെടുക്കാൻ പറ്റൂ. അങ്ങനെയുള്ള കുട്ടികൾ തന്നെയാണ് ഇന്നും പല ഭാഗങ്ങളിലിരിക്കുന്നത്. നിങ്ങൾ ഏത് പ്രഗത്ഭ വ്യക്തികളെ കണ്ടെത്തിയാലും അവരുടെ പിന്നിൽ അവർക്ക് വലിയൊരു കുടുംബ പശ്ചാത്തലമുണ്ടാകും. അത് ധനികരെന്നോ ദരിദ്രരെന്നോ ഉണ്ടാവില്ല. ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവർ അവർ എല്ലാ ബുദ്ധിമുട്ടുകളെയും അവർ തരണം ചെയ്ത് അവരെപ്പോഴും ഉറച്ച സ്ഥാനത്തേക്ക് എത്തുന്നു. അതിൽ ഏറ്റവും കൂടുതൽ അവർക്ക് പ്രചോദനം നൽകുന്നത് ആ വീട്ടിലുള്ള മുതിർന്നവരും മാതാപിതാക്കളുമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ് ഓരോ കുടുംബങ്ങളും കാണുന്നത്. കാരണം ഇപ്പോൾ കുഞ്ഞുങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്ന അവരുടെ പേരൻസാണ്. അവർ തന്നെ രണ്ട് വിഭിന്ന ചിന്താഗതിക്കാരാണ്, വലിയ ഉദ്യോഗസ്ഥരാണ്, ഓരോരുത്തരും പരസ്പരം മത്സരിക്കേണ്ട ഒരു സംവിധാനത്തിലാണ്. പക്ഷേ അവർ ഒരു വീടിനെ ഒരു ശ്രീകോവിലായി കാണാൻ അവർ ശ്രദ്ധിക്കുന്നില്ല. അവരുടേതായ ഈഗോയും മറ്റുമായി അങ്ങ് പോകുന്നതുകൊണ്ട് സീനിയർ സിറ്റിസനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പലതും ആഗ്രഹം കാണും, പലതും അറിയാൻ ആഗ്രഹം കാണും. അത് അറിയിക്കാത്തടത്തോളം കാരണം എന്തറിയാനുള്ള ജിജ്ഞാസ വച്ചു പുലർത്തേണ്ട കാര്യമില്ല. കാരണം നാം അറിയേണ്ടത് ആവശ്യമാണ്, നമ്മുടെ അനുഗ്രഹം ആവശ്യമാണെന്ന് ഏത് കുട്ടികൾക്ക്, പേരക്കിടങ്ങൾക്ക്, മക്കൾക്കും തോന്നുന്നു അവർ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കും. അതുമാത്രം പ്രതീക്ഷിച്ചാൽ മതി. ഒരു പക്ഷേ നമ്മുടെ അഭിപ്രായം അവർക്ക് വേണ്ടി വരില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ പറയാത്തത്. അത് അവർ വളരുന്ന സാഹചര്യങ്ങളാണ്. എന്തായിരുന്നാലും ഈ ഒരു കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. ഉള്ളതുകൊണ്ട്, നമ്മുടെ ഉള്ള സാഹചര്യം കൊണ്ട് തൃപ്തിപ്പെടുക, കിട്ടുന്ന സ്നേഹം അതൊരു ബോണസായി കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എല്ലാ സുഹൃത്തുക്കളിലേക്കും ഒന്ന് പാസ് ചെയ്യാൻ ശ്രമിച്ചാലും. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി. താങ്ക് യു.